ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് 4 ചപ്പാത്തി വരെ പരത്തി ചുട്ടെടുക്കാൻ കഴിയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവാനുള്ള ടിപ്സും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്തപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മൈദയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ആട്ടയും 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൈദ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചൊരു പകുതി ആവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചപ്പാത്തി കുഴച്ചെടുക്കാനും ചപ്പാത്തിപ്പൊടി നല്ല കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടും. നമ്മൾ അധികം ഒന്നും ബലം പ്രയോഗിച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഇതേപോലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് കുഴച്ച് എടുത്തപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം കുഴച്ചെടുക്കുന്നതിലും എളുപ്പമാണ്. നമ്മൾ 1 സ്പൂണ് നെയ്യ് ഉപയോഗിച്ചിട്ട് ചപ്പാത്തി പൊടി കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ സോഫ്റ്റ് ആക്കി എടുക്കുന്നത് നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പം നമ്മുടെ ചപ്പാത്തി പൊടിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചപ്പാത്തി ചുടുന്നത്. പിന്നെ നമ്മൾ എത്ര നേരം കുഴച്ച് വെക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ മുന്നൊക്കെ ഇത് കുഴച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നേരത്തെ കുഴച്ച് വെക്കാം. ഇനി ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ചപ്പാത്തിക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ബോൾസ് ഒന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒരു പൂരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഒരു പൂരി അല്ലെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പം അങ്ങനെ ഞാൻ 4 എണ്ണം ഇതേപോലെ ഒന്ന് പരത്തി മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള പൊടിയൊക്കെ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഒരു പൂരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തി മാറ്റി വെക്കാം. അപ്പം ഞാൻ ഈ 4 എണ്ണം ഇതേ പൂരിയുടെ വലുപ്പത്തിൽ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഓരോന്നെടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഇതേപോലെ സ്പ്രെഡാക്കി എടുത്താലേ ഉള്ളൂ നമുക്ക് ഇത് ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ കഴിയുള്ളൂ. കുറച്ച് പൊടിയും കൂടി ഒന്ന് വെതറി കൊടുത്ത് ഇതേപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 3 ചപ്പാത്തി ഇതേപോലെ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 4ാമത്തെ ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നു, ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല.
അപ്പം നമുക്ക് ബാക്കി ചുടാനുള്ള ചപ്പാത്തിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെയറാക്കി ഇതേപോലെ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ പരത്തിയെടുക്കുന്നത് നമ്മൾ ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ പരത്താനും ചുടാനൊക്കെ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ചപ്പാത്തി പണി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല എളുപ്പമായിട്ട് തന്നെ ചപ്പാത്തി ചുടാൻ കഴിയും. അപ്പോൾ ചപ്പാത്തി പണി എളുപ്പത്തിൽ തന്നെ തീർക്കാൻ കഴിയും. ഇതേപോലെ ഒറ്റ ട്രിപ്പിൽ തന്നെ 4 ചപ്പാത്തിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒരു വശം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ചേർക്കുന്നവരാണെങ്കിൽ കുറച്ചൊരു ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു ഭാഗത്തും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തുള്ള ചപ്പാത്തി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തി ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ചപ്പാത്തി മറച്ചിട്ട് കൊടുക്കാം. അപ്പം തന്നെ നമ്മുടെ ചപ്പാത്തി അടർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശം ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തുള്ള ചപ്പാത്തി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗവും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒന്നിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് എളുപ്പത്തിൽ 4 ചപ്പാത്തി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചപ്പാത്തി അടർന്ന് വരും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അടർന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചപ്പാത്തി ചൂടുകയാണെങ്കിൽ ചപ്പാത്തി പണി വളരെ എളുപ്പമായിരിക്കും. നമ്മൾ മറ്റേ ഒരു ചപ്പാത്തി ചുട്ട് അടുത്ത ചപ്പാത്തി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് 4 ചപ്പാത്തി ഒരേ സമയം ചുട്ടെടുക്കാൻ കഴിയും. ഇപ്പോൾ ചപ്പാത്തിപ്പണി ഇഷ്ടമില്ലാത്തവർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തി ചുടൽ നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതേപോലെ ചുട്ടെടുക്കുമ്പോൾ കിട്ടുന്നത്. നല്ല തിന്നായിട്ടുള്ള നൈസായിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിപ്പണിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാൻ കഴിയും.